Hello, this is Dr. Praveen Ramchandra. I'm senior endocrinologist working in Diaplus Endocrinology Clinic, Yelahanka, Newton, Bangalore, India. Please watch this video. നമസ്കാരം. പ്രമേഹ നിയന്ത്രണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഫ്രീ സ്റ്റൈൽ ലിബ്രെ 2 കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ത്യയിലെ ബാംഗ്ലൂർ യലഹങ്കയിലുള്ള ഡയപ്ലസ് എൻഡോക്രിനോളജി ക്ലിനിക്കിലെ സീനിയർ എൻഡോക്രിനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ രാമചന്ദ്ര തയ്യാറാക്കിയ പേഷ്യന്റ് എഡ്യൂക്കേഷൻ വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഫ്രീ സ്റ്റൈൽ ലിബ്രെ 2 പരിചയപ്പെടാം, അതെങ്ങനെ അണിയാം, സ്കാൻ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ടൈം ഇൻ റേഞ്ച്, സെൻസറിനൊപ്പമുള്ള ജീവിതം, സുരക്ഷയും ട്രബിൾ ഷൂട്ടിങ്ങും, അവസാനമായി ഇത് സംബന്ധിച്ചുള്ള ചില സാധാരണ തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ. അപ്പോ ഒന്നാമത്തെ സെക്ഷൻ, നിങ്ങളുടെ ഫ്രീ സ്റ്റൈൽ ലിബ്രെ 2 പരിചയപ്പെടാം. നോക്കൂ, കാലങ്ങളായി പ്രമേഹരോഗികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നിരന്തരം വിരൽ തുളച്ചുള്ള രക്തപരിശോധന, അല്ലേ? ആ ഒരു വേദനയും അസൗകര്യവും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞാലോ, അവിടെയാണ് ഫ്ലാഷ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് അഥവാ CGM ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറാകുന്നത്. നിങ്ങളുടെ കൈയുടെ മുകൾ ഭാഗത്ത് പുറകിലായി ഘടിപ്പിക്കുന്ന വളരെ ചെറിയൊരു സെൻസർ വഴി ഒരു തുള്ളി രക്തം പോലും എടുക്കാതെ, വേദനയില്ലാതെ എപ്പോൾ വേണമെങ്കിലും ഗ്ലൂക്കോസ് അളവ് അറിയാൻ ഇതിലൂടെ സാധിക്കും. ഇതൊരു വലിയ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് തന്നെയാണ്, തീർച്ചയായും. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ, ഈ ഡിവൈസ് നിങ്ങളുടെ രക്തത്തിൽ നിന്നല്ല ഗ്ലൂക്കോസ് അളവ് കണ്ടുപിടിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നാം, മറിച്ച് ശരീരത്തിലെ കോശങ്ങൾക്കിടയിലുള്ള ദ്രാവകമായ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്നുമാണ് ഇത് റീഡിംഗ് എടുക്കുന്നത്. ഈ ചെറിയൊരു ബയോളജിക്കൽ ഫാക്ട് മനസ്സിലാക്കുന്നത് ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പൂർണ്ണമായി പഠിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം, സെൻസർ അണിയുന്നതും അത് സ്കാൻ ചെയ്യുന്നതും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പുകളിലൂടെ ചെയ്യാം. ഒന്നാമതായി, സെൻസർ വയ്ക്കുന്ന ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി പൂർണ്ണമായും ഉണക്കുക. അവിടെ വേറെ ലോഷനുകളോ ക്രീമുകളോ ഒന്നും പുരട്ടരുത് കേട്ടോ. രണ്ടാമതായി, പാക്കറ്റിലുള്ള ആപ്ലിക്കേറ്റർ റെഡിയാക്കുക. മൂന്നാമതായി, അത് ചർമ്മത്തിലേക്ക് പതുക്കെ അമർത്തുക. ഇത് വയ്ക്കുമ്പോൾ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലുള്ള സ്പർശനം മാത്രമേ തോന്നുകയുള്ളൂ. അതിനുശേഷം അവിടെ ഒരു സെൻസർ ഇരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുക പോലും ഇല്ല. സെൻസർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കാൻ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ റീഡറോ സ്മാർട്ട് ഫോണോ സെൻസറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ജസ്റ്റ് ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. വസ്ത്രങ്ങൾക്ക് മുകളിലൂടെയും ഇത് അടിപൊളിയായി വർക്ക് ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്ലൂക്കോസ് ലെവൽ അത് കൂടുകയാണോ കുറയുകയാണോ എന്ന് കാണിക്കുന്നൊരു ട്രെൻഡ് ആരോ, കൂടാതെ കഴിഞ്ഞ 8 മണിക്കൂറിലെ ഗ്ലൂക്കോസ് ഗ്രാഫ് എന്നിവ സ്ക്രീനിൽ കാണാം. ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ 8 മണിക്കൂറിലും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നിങ്ങൾ സ്കാൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പഴയ ഡാറ്റ ഓവർറൈറ്റായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സെക്ഷൻ, ടൈം ഇൻ റേഞ്ച് അഥവാ ടൈം ഇൻ റേഞ്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കൃത്യമായി ഡാറ്റ കിട്ടിത്തുടങ്ങിയാൽ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒരു ഗെയിം കളിക്കുന്നത് പോലെ രസകരമാണ്. ഈ ചാർട്ട് വളരെ വ്യക്തമായി കാണിക്കുന്നത് എന്താണെന്നാൽ, നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും 70നും 180നും ഇടയിൽ നിർത്തുക എന്നതാണ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ്. അതായത് ഒരു ദിവസത്തിന്റെ 70% സമയമെങ്കിലും ഈ ടാർഗറ്റ് റേഞ്ചിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഗ്ലൂക്കോസ് നിർത്താൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോ ഈ 70% എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറുകളിലേക്ക് മാറ്റിയാൽ എത്രയാവുമെന്നറിയാമോ? കൃത്യം 17 മണിക്കൂർ. അതെ, 24 മണിക്കൂറുള്ളൊരു ദിവസത്തിൽ 17 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഗ്ലൂക്കോസ് സേഫ് ആയിട്ടുള്ള ആ പരിധിക്കുള്ളിലായിരിക്കണം. ഇതാണ് നിങ്ങൾ ഓരോ ദിവസവും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഏറ്റവും വ്യക്തമായ ലക്ഷ്യം. നാലാമത്തെ സെക്ഷനിലേക്ക് പോകാം, സെൻസറിനൊപ്പമുള്ള ജീവിതം. ഇതൊരു സെൻസറിന്റെ മുഴുവൻ ലൈഫ് സൈക്കിളാണ്. ആദ്യ ദിവസം ഇത് വെക്കുമ്പോൾ കൃത്യമായ റീഡിംഗുകൾ നൽകാൻ നമ്മുടെ ശരീരവുമായി ഒന്ന് പൊരുത്തപ്പെടാൻ ഏകദേശം 12 മണിക്കൂർ സമയമെടുത്തേക്കാം. 8ാമത്തെ ദിവസം നിങ്ങൾ കൃത്യം പകുതി ദൂരം പിന്നിടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓരോ 8 മണിക്കൂറിലും സ്കാൻ ചെയ്യാൻ മറക്കരുത്. ഫ്രീ സ്റ്റൈൽ ലിബ്രെ 2+ സെൻസറുകൾ 15 ദിവസം വരെയാണ് വർക്ക് ചെയ്യുക. കാലാവധി കഴിഞ്ഞാൽ പഴയത് മാറ്റി പുതിയ സെൻസർ മറ്റേ കൈയിൽ വെക്കുക. ഒരേ ഭാഗത്ത് തന്നെ വെക്കാതെ കൈകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ സംശയമാണ്, ഈ സെൻസർ വെച്ചുകൊണ്ട് കുളിക്കാൻ പറ്റുമോ എന്നത്.
ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. തീർച്ചയായും പറ്റും. ഇത് വെള്ളത്തെ പ്രതിരോധിക്കുന്നതാണ്, അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് കുളിക്കാം. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ എയർപോർട്ടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഫുൾ ബോഡി സ്കാനറുകളും എക്സ്റേ മെഷീനുകളും ഈ ഉപകരണത്തിന് ചിലപ്പോൾ കേടുപാടുകൾ വരുത്തിയേക്കാം. അതുകൊണ്ട് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് സെൻസർ ഉണ്ടെന്ന വിവരം മുൻകൂട്ടി തന്നെ പറയുക. 5ാമത്തെ സെക്ഷൻ, സുരക്ഷയും പ്രശ്നപരിഹാരവും. ഈ ഒരു ടേബിൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി റൂളായിട്ട് തന്നെ മനസ്സിൽ വെക്കണം. നോർമലായിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ലിബ്ര സെൻസറിനെ ആശ്രയിക്കാം. എന്നാൽ സെൻസർ വെച്ച ആദ്യത്തെ 12 മണിക്കൂറിലും അതുപോലെ ഗ്ലൂക്കോസ് അളവിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സെൻസറിലെ റീഡിംഗും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾ നിർബന്ധമായും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വിരൽ തുളച്ചു തന്നെ രക്തം പരിശോധിച്ചിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലെ മാറ്റങ്ങൾ രക്തത്തിലെ മാറ്റങ്ങളേക്കാൾ കുറച്ചൊന്ന് വൈകിയാണ് കാണിക്കുക. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വാർണിംഗ് ആണ്. ശക്തമായ മാഗ്നറ്റിക് ഇലക്ട്രിക്കൽ ഫീൽഡുകൾ ഈ സെൻസറിനെ പൂർണ്ണമായും നശിപ്പിക്കും. അതുകൊണ്ട് MRI, CT സ്കാനുകൾക്കോ അല്ലെങ്കിൽ ഡയതേർമിക് ചികിത്സകൾക്കോ പോകുന്നതിനു മുൻപ് ഈ സെൻസർ നിർബന്ധമായും റിമൂവ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഷുഗർ അമിതമായി കുറയുകയോ കൂടുകയോ ചെയ്യുന്ന എമർജൻസി സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള പ്ലാൻ തന്നെ കൃത്യമായി ഫോളോ ചെയ്യുക. ഇനി അവസാന സെക്ഷൻ, ചില തെറ്റിദ്ധാരണകൾ തിരുത്താം. ഈ ഡിവൈസ് ആദ്യമായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണിത്. വിരൽ തുളച്ചുള്ള പരിശോധനയ്ക്ക് ഇനി പൂർണ്ണമായിട്ടും ഒരു ഗുഡ് ബൈ പറയാൻ പറ്റുമോ? അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. വിരൽ തുളച്ചുള്ള പരിശോധനകളുടെ എണ്ണം നമുക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗ്ലൂക്കോസ് പെട്ടെന്ന് മാറുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലെ ലക്ഷണങ്ങൾ സെൻസർ റീഡിംഗുമായി യോജിക്കാതെ വരുമ്പോഴും പഴയ ഗ്ലൂക്കോമീറ്റർ തന്നെയാണ് നിങ്ങളുടെ മെയിൻ ബാക്കപ്പ്. അത് ഇനി ആവശ്യമില്ല എന്ന് ഒരിക്കലും കരുതരുത്. പലരെയും ആവശ്യമില്ലാതെ ടെൻഷൻ അടുപ്പിക്കുന്ന 2ാമത്തെ ചോദ്യമാണിത്. ഈ ഉപകരണത്തിലെ റീഡിംഗും എന്റെ സാധാരണ ഗ്ലൂക്കോമീറ്ററിലെ റീഡിംഗും തമ്മിൽ കൃത്യമായി പൊരുത്തപ്പെടേണ്ടതുണ്ടോ? ഇതിലെന്തെങ്കിലും തകരാറുകളുണ്ടോ? ഒട്ടും പേടിക്കേണ്ട, ഇതിനുള്ള കൃത്യമായ ഉത്തരം ഞാൻ പറയാം. ഇതൊരിക്കലും ഡിവൈസിന്റെ തകരാറല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഒരു ബയോളജിക്കൽ ഫാക്റ്റാണ്. ഒരു ട്രെയിനിന്റെ എഞ്ചിനും അതിന്റെ ഏറ്റവും അവസാനത്തെ ബോഗിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത്. രക്തത്തിലെ ഗ്ലൂക്കോസാണ് എഞ്ചിൻ, വ്യത്യാസങ്ങൾ ആദ്യം സംഭവിക്കുന്നത് അവിടെയാണ്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പിന്നാലെ വരുന്ന ബോഗി പോലെയാണ്. രക്തത്തിലെ മാറ്റങ്ങൾ ഈ ദ്രാവകത്തിൽ പ്രതിഫലിക്കാൻ കുറച്ച് മിനിറ്റുകൾ വൈകും. അതുകൊണ്ട് ഗ്ലൂക്കോസ് അളവ് വേഗത്തിൽ മാറുമ്പോൾ അവ തമ്മിൽ 15 മുതൽ 20% വരെ വ്യത്യാസമുണ്ടാകാം. അതൊരു തികച്ചും സ്വാഭാവികമായ കാര്യമാണ്. അപ്പോ ഈ എക്സ്പ്ലെയിനർ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക, ദിവസത്തിൽ 17 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഗ്ലൂക്കോസ് കൃത്യമായ റേഞ്ചിൽ നിർത്തുക എന്നതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങളുടെ പുതിയ ഫ്രീസ്റ്റൈൽ ലിബ്രെ 2 ഉപയോഗിച്ച് നിങ്ങളുടെ ടൈം ഇൻ റേഞ്ച് മാക്സിമം ആക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറാണോ? ബാംഗ്ലൂർ യലഹങ്കയിലെ ഡൈപ്ലസ് എൻഡോക്രൈനോളജി ക്ലിനിക്കിലെ സീനിയർ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ രാമചന്ദ്രൻ നൽകിയ ഈ വിവരങ്ങൾ നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഈ സെഷൻ കണ്ടതിന് ഒത്തിരി നന്ദി.